ഇനി അടുത്തതായിട്ട് നമ്മളോട് പറയാണ് പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദി സോഷ്യൽ ലൈഫ് ഓഫ് സംഘം ഏജ് വിത്ത് കണ്ടംപററി സോഷ്യൽ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ സംഘം ഏജിലുള്ള ലൈഫും നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതിയും, കണ്ടംപററി എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മുടെ നാട് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അതുപോലെ തന്നെ പിന്നെ സംഘം ഏജിലുള്ള സോഷ്യൽ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് ഇനി ഒരു കമ്പാരിസൺ പറയാനാണ് പറയുന്നത്. അപ്പം ഇത്രയും പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എങ്ങനെയായിരുന്നു സംഘം ഏജ് ലൈഫ് വാസ് നേച്ചർ ബേസ്ഡ് ആയിരുന്നു അല്ലേ. മോഡേൺ ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ടെക്നോളജി ബേസ്ഡ് ആണ്. അപ്പോൾ സംഘം ഏജ് വാസ് നേച്ചർ ബേസ്ഡ് ആൻഡ് മോഡേൺ ലൈഫ്, അതായത് കണ്ടംപററി പീരീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ടെക്നോളജി ബേസ്ഡ് ആണ്. ഇനി അടുത്തത് സംഘം സോഷ്യൽ ലൈഫ് വാസ് സിമ്പിൾ. സംഘം സോഷ്യൽ ലൈഫ് എങ്ങനെയാണ്? സിമ്പിൾ ആണ്. മോഡേൺ ലൈഫ് ഈസ് കോംപ്ലക്സ് ആൻഡ് ഫാസ്റ്റ്. മോഡേൺ ലൈഫ് എങ്ങനെയാണ്? കോംപ്ലക്സ് ആണ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ആണ്. ഇനി സംഘം ട്രേഡ് ഹാപ്പനിങ് ഇൻ ലോക്കൽ മാർക്കറ്റ്സ്. സംഘം ഏജിൽ ട്രേഡിങ് എങ്ങനെയാണ് നടന്നത്? ലോക്കൽ മാർക്കറ്റ്സിലാണ് നടന്നത്. നൗ ട്രേഡ് ഈസ് ഇൻ ഡിജിറ്റൽ ആൻഡ് ഗ്ലോബൽ. ഇപ്പോൾ ട്രേഡിങ് എങ്ങനെയാണ്? ഡിജിറ്റൽ ആൻഡ് ഗ്ലോബൽ ആണ്. അടുത്തത് സംഘം സൊസൈറ്റി ഹാസ് കിങ്സ്. സംഘം സൊസൈറ്റിയിൽ എന്തുണ്ടായിരുന്നു? രാജാക്കന്മാരുണ്ടായിരുന്നു. ടുഡേ വി ഹാവ് ഇലക്റ്റഡ് ഗവൺമെൻറ്റ്സ്. ഇപ്പോൾ എങ്ങനെയാണുള്ളത്? ഇലക്റ്റഡ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് സിസ്റ്റം ആണുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതാണ് ടിനേസ്. ടിനേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടിനേസ് എന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിനേസ് എന്ന് പറഞ്ഞത്. അപ്പം ഒരു സിംഗിൾ ടൈപ്പ് ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുക? ടിനേ എന്നാണ് പറയുക. മനസ്സിലായോ? അപ്പം ഒരു ലാൻഡിനെയാണ് ഒരേ ഒരു ടൈപ്പ് ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിനേ എന്ന് പറയുന്നത്. ഇനി ടിനേ പോലുള്ള വേറൊരു വേർഡാണ് എന്ത്? എയിൻറ്റിനേസ്. എയിൻറ്റിനേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടിനേസ്, കുറേ ടിനേസ് കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എയ്റ്റിനേസ് എന്ന് പറയുന്നത്. എയിൻറ്റിനേസ് എന്ന് പറയുന്നത് എന്തിനാണ്? കുറേ ടിനേസ് കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ എയിൻറ്റിനേസ് എന്ന് പറയുന്നത്. ഇവിടെ എയിൻറ്റിനേസ് എന്ന് പറയാൻ കാരണം എന്താണ്? തമിഴിൽ എയിൻറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? 5 എന്നാണ് മീനിങ്. അപ്പം 5 ലാൻഡ്സ്കേപ്പ് കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എയിൻറ്റിനേസ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ടിനേസ് കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എയിൻറ്റിനേസ് എന്ന് പറയുന്നത്. അപ്പോൾ എയിൻറ്റിനേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ലാൻഡ്സ്കേപ്പിൻ്റെ കൂട്ടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എയിൻറ്റിനേസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് 5 ടിനേസ് ആണ് എന്ത്? എയിൻറ്റിനേസ്. അപ്പോൾ മനസ്സിലായോ? ഒരൊറ്റ ലാൻഡ്സ്കേപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുക? ടിനേസ് എന്നാണ് പറയുക. ഇനി ഒരു 5 ലാൻഡ്സ്കേപ്പ് കൂടിയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? എയിൻറ്റിനേസ് എന്ന് പറയും. മനസ്സിലായി? ഇനി അടുത്തത് എന്താ നമ്മളോട് പറയുന്നത്? സംഘം വർക്ക്സ് മെൻഷൻ 5 ജോഗ്രഫിക്കൽ ഡിവിഷൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ടെറൈൻ വിച്ച് എക്സിസ്റ്റഡ് ഇൻ ഏഷ്യൻ തമിഴകം. അപ്പോൾ എന്താ പറയുന്നത്? സംഘകാല സാഹിത്യത്തിൽ, അതായത് സംഘം ഏജിൽ തമിഴ് ഭൂമിയെ ഭൗമ സവിശേഷതയെ അടിസ്ഥാനമാക്കിയിട്ട് 5 ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ടെറൈൻ്റെ ബേസിൽ തമിഴ് ഭൂമിയെ എത്ര എണ്ണമായിട്ട് വിഭജിച്ചിട്ടുണ്ട്? 5 ഭാഗങ്ങളാക്കിയിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടിനേസ് കൂടി ചേർന്നിട്ടാണ് അറ്റിനേസ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? സംഘകാല സാഹിത്യത്തിൽ തമിഴ് ഭൂമിയെ ഭൗമ സവിശേഷതയെ അടിസ്ഥാനമാക്കിയിട്ട് എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 5 ഭാഗങ്ങളാക്കി വിഭജിച്ചിട്ടുണ്ട്. അപ്പം 5 എണ്ണം കൂടി ചേർന്നതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം? എയിൻറ്റിനേസ് എന്ന് പറയാം. എയിൻറ്റിനേസ് എന്ന് പറയാം. ഇനി അടുത്തത് പറയാണ് ദി ലൈഫ് സ്റ്റൈൽ ആൻഡ് ലൈവ്ഹുഡ് ഓഫ് ദി പീപ്പിൾ ഇൻ ഈച്ച് ടിനേ വാരീഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ജോഗ്രഫിക്കൽ ഫീച്ചർ. അപ്പോൾ ഓരോ ടിനയിലുള്ള, അതായത് ഓരോ ലാൻഡ്സ്കേപ്പിലുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ലൈവ്ഹുഡൊക്കെ എന്തടിസ്ഥാനത്തിലാണുള്ളത്? അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന് അടിസ്ഥാനത്തിനാണ് ഉള്ളത്. ഇനി അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനനുസരിച്ചിട്ട് ഓരോ ടിനേസിലുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും ലൈവ്ഹുഡും ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഈ 5 ടിനേസിലുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും ലൈവ്ഹുഡും ഒന്നല്ല. അവിടുത്തെ ഫീച്ചേഴ്സിനനുസരിച്ചിട്ട്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനനുസരിച്ചിട്ട് ഇതൊക്കെ മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് 5 ടിനേസ് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. ഒന്നുകൂടെ പറഞ്ഞേ. കുറിഞ്ചി, മുല്ലൈ,
പാലൈ, മരുതം, നെയ്തൽ. 5 എണ്ണല്ലേ? അപ്പോൾ ഈ 5 ടിനേസ് കൂടിയിട്ടാണ് അറ്റിനൈസ് ഫോം ചെയ്തത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ടിനേസ്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. ഇതൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ് അടുത്തതായിട്ട് തന്നിട്ടുള്ളത്. കുറിഞ്ചിയിൽ എന്താണ് ഉള്ളത്? ഫോറസ്റ്റും മൗണ്ടെയ്ൻസും ആണുള്ളത്. മുല്ലയിൽ എന്താണുള്ളത്? ഗ്രാസ് ലാൻഡ്സും അതുപോലെ തന്നെ ബുഷസും ആണുള്ളത്. പാലയിലോ ആരിഡ് റീജിയൻ ആണ്. അടുത്തത് മരുതാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ആണ്. നെയ്തലാണെന്നുണ്ടെങ്കിൽ കോസ്റ്റൽ റീജിയൻ ആണ്. ആരിഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വരണ്ട പ്രദേശത്തെയാണ് ആരിഡ് റീജിയൻ എന്ന് പറയുന്നത്. വരണ്ട മരുപ്രദേശത്തെയാണ് ആരിഡ് റീജിയൻ എന്ന് പറയുന്നത്. കടൽ പ്രദേശത്തെയാണ് കോസ്റ്റൽ റീജിയൻ എന്ന് പറയുന്നത്. ഇനി അവരുടെ ലൈവ്ഹുഡ് എങ്ങനെയാണെന്നാണ് അടുത്തത് പറയുന്നത്. കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ഹണ്ടിങ്, അതുപോലെ തന്നെ മുല്ലൈ റീജിയനിലുള്ള ടിനൈസിലുള്ള അവരുടെ ലൈവ്ഹുഡ് എങ്ങനെയാണ്? കാറ്റിൽ റിയറിങ് ആണ്. അടുത്തത് പാലയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈവ്ഹുഡ് എങ്ങനെയാണ്? റോബറിയും അതുപോലെ തന്നെ പ്ലണ്ടറുമാണ്. അടുത്തത് അഗ്രികൾച്ചർ, മരുതം റീജിയനിലുള്ളവരുടെ എങ്ങനെയാണ്? അഗ്രികൾച്ചറാണ്. നെയ്തൽ റീജിയനിലുള്ളവരുടെ ലൈവ്ഹുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഷിങ്ങും സോൾട്ട് എക്സ്ട്രാക്ഷനും അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, കുറിഞ്ചിയിൽ ജോഗ്രഫിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഫോറസ്റ്റും മൗണ്ടെയ്ൻസും ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈവ്ഹുഡ് എന്തായിട്ട് മാറി? കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആൻഡ് ഹണ്ടിങ്, വേട്ടയാടലൊക്കെ ആയിട്ട് മാറി. അടുത്തത് മുല്ലൈ റീജിയൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രാസ് ലാൻഡും ബുഷസും ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? കന്നുകാലികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോവും. മരുതം ടിനൈസിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അഗ്രികൾച്ചറൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവരെന്താണ് ചെയ്യുന്നത്? അഗ്രികൾച്ചറാണ് ചെയ്യുന്നത്. പാലയിലാണെന്നുണ്ടെങ്കിലോ അവിടെ ആരിഡ് റീജിയൻ ആണ്. അതുകൊണ്ട് തന്നെ അവർ റോബറിയും പ്ലണ്ടറും ഒക്കെയാണ് ചെയ്യുന്നത്. അടുത്തത് നെയ്തൽ റീജിയൻ ടിനൈസിലായതുകൊണ്ട് തന്നെ അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചർ എന്താണ്? കോസ്റ്റൽ റീജിയൻ ആണ്. അതായത് കടൽ പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നത്? ഫിഷിങ്ങും അതുപോലെ തന്നെ സോൾട്ട് എക്സ്ട്രാക്ഷനുമാണ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ദി റിസോഴ്സസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് ടിനൈ വേർ എക്സ്ചേഞ്ച്ഡ് വിത്ത് അതർ ടിനൈസ്. അതിലെന്താ പറയുന്നത്? ഓരോ ടിനയിലും ഉണ്ടാക്കുന്ന റിസോഴ്സസ് എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ടിനയായിട്ട് പോലെ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. സച്ച് എക്സ്ചേഞ്ച് ഓഫ് റിസോഴ്സസ് ലെഡ് ടു ഫോർമേഷൻ ഓഫ് ട്രേഡ് സെൻറ്റേഴ്സ്. അങ്ങനത്തെ എക്സ്ചേഞ്ച് എന്തിലേക്ക് ലീഡ് ചെയ്തു എന്നാണ് പറയുന്നത്? ട്രേഡ് സെൻറ്റേഴ്സ് ഉണ്ടാവുന്നതിലേക്ക് ലീഡ് ചെയ്തു. അതായത് ഒരു ടിനയിലുള്ള സാധനം മറ്റൊരു ടിനയിലേക്ക് കൊണ്ടുപോകും, ആ ടിനയിലുള്ള സാധനം ഈ ടിനയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്നത് കാരണം അവിടെ എന്താ ഉണ്ടായി? ട്രേഡ് സെൻറ്റേഴ്സ് ഉണ്ടായി. ദീസ് ട്രേഡ് സെൻറ്റേഴ്സ് വേർ നോൺ ആസ് അങ്ങാടീസ്. ഇങ്ങനെയാണ് എന്ത് പേര് വരുന്നത്? അങ്ങാടീസ് എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ ഈ ട്രേഡ് സെൻറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അങ്ങാടീസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ നാട്ടിലും അങ്ങാടികളുണ്ട് അല്ലേ? അപ്പം അതെങ്ങനെയാണ് ഉണ്ടായത്? ഒരു 5 ടിനകളെ പേര് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് ഒരു ടിനയിൽ മറ്റേ ടിനയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകും. ഒരു ടിനയിലുള്ള സാധനം മറ്റേ ടിനയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി അവിടെ എന്ത് ഫോം ചെയ്തു? ട്രേഡ് സെൻറ്റേഴ്സ് ഫോം ചെയ്തു. ഇങ്ങനത്തെ ട്രേഡ് സെൻറ്റേഴ്സിനെയാണ് നമ്മൾ അങ്ങാടീസ് അല്ലെങ്കിൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അങ്ങാടീസ് എന്താണെന്നാണ് പറയുന്നത്. അല്ലലവണം ആൻഡ് നാലങ്ങാടി വേർ ദി മാർക്കറ്റ്സ് ഇൻ ഏഷ്യൻ തമിഴകം. ഏഷ്യൻ തമിഴകത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്കറ്റായിരുന്നു ഏത്? അല്ലലവണം അതുപോലെ തന്നെ നാലങ്ങാടിയും. ഏതൊക്കെയാ? അല്ലലവണവും നാലങ്ങാടിയും. അല്ലലവണം നാലങ്ങാടി, അല്ലലവണം നാലങ്ങാടി. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള 2 ഏഷ്യൻ തമിഴകത്തിലുള്ള 2 മാർക്കറ്റ് ഇതായിരുന്നു. അല്ലലവണം വേർ ഈവനിങ് മാർക്കറ്റ്. അല്ലലവണം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകുന്നേരങ്ങളിൽ തുറക്കുന്ന മാർക്കറ്റാണ് ഇത് അല്ലലവണം. ആൻഡ് നാലങ്ങാടി വേർ ഡേ ടൈം മാർക്കറ്റ്. പകൽ സമയത്ത് തുറക്കുന്നതാണ് ഇത് നാലങ്ങാടി എന്ന് പറയുന്നത്. ഗുഡ്സ് ഫോർ ഡെയിലി നീഡ്സ് ഓഫ് ദി ടിനൈസ് വേർ എക്സ്ചേഞ്ച്ഡ് ഹിയർ. അപ്പം നമുക്ക് അവരുടെ നിത്യ ആവശ്യങ്ങൾക്കായിട്ടുള്ള സാധനങ്ങൾ കൈമാറുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ അല്ലലവണവും അതുപോലെ തന്നെ നാലങ്ങാടിയിലും വെച്ചിട്ടാണ്. ഈ 2 അങ്ങാടികളിൽ വെച്ചിട്ടാണ്. മനസ്സിലായോ? നല്ലലവണം എന്ന് പറഞ്ഞ അങ്ങാടിയുണ്ട്, നാലങ്ങാടി എന്ന് പറഞ്ഞ അങ്ങാടിയുണ്ട്. നല്ലലവണം എപ്പോഴാണ് തുറക്കുക? ഈവനിങ് മാർക്കറ്റാണ്. നാലങ്ങാടി എന്ന് പറയുമ്പം ഡേ ടൈം മാർക്കറ്റാണ്. ഇവിടെ വെച്ചിട്ടാണ് ടിനൈസ് എന്ത് നടത്തുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സിൻ്റെ എക്സ്ചേഞ്ച് നടത്തുന്നത്. അടുത്തത്, ബേസ്ഡ് ഓൺ നെയിംസ് ഓഫ് ദി ടിനൈസ് ഡിവൈഡ് ദി ക്ലാസ് ഇൻ ടു 5 ഗ്രൂപ്പ്സ് ആൻഡ് പ്രസൻറ്റ് എ സ്കിറ്റ് ഇൻക്ലൂഡിങ് ദെയർ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ലൈവ്ഹുഡ്. അപ്പോൾ ബേസ്ഡ് ഓൺ ടിനൈസിൻ്റെ പേരിന് അടിസ്ഥാനമാക്കിയിട്ട്
ക്ലാസ്സിൽ എന്ത് ചെയ്യുക, നിങ്ങൾ 5 ഗ്രൂപ്പ്സ് ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഒരു സ്കിറ്റ് കളിക്കുക. അവരുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ലൈവ്ഹുഡും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾ ക്ലാസ്സിലൊരു സ്കിറ്റ് കളിക്കാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്താവണം, ക്ലാസ്സിൽ പോയിട്ട് 5 ഗ്രൂപ്പായിട്ട് സ്കിറ്റ് തയ്യാറാക്കിയിട്ട് കളിക്കണം. ഓക്കെ. അടുത്തത് പൊളിറ്റിക്കൽ സിസ്റ്റം. ഈ ഒരു ഏഷ്യൻ തമയകത്തിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഐഡൻറ്റിഫൈ ഫ്രം ദി മാപ്പ് ഹൂ ഗവേൺഡ് ഈച്ച് റീജിയൻ ഇൻ ഏഷ്യൻ തമയകം. അപ്പം ഏഷ്യൻ തമയകത്തെ ഭരിച്ചിരുന്നത് ആരൊക്കെയാണ് എന്ന് ആ മാപ്പിൽ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പം ആദ്യം അവർ തന്നത് ചെരസാണ്. ഇനി ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തതാണ് പാണ്ഡ്യാസ്, മൂന്നാമത്തതാണ് ചോളാസ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ചെരസ്, പാണ്ഡ്യാസ്, ചോളാസ്. ചെരസ്, പാണ്ഡ്യാസ്, ചോളാസ്. ഏതൊക്കെയാ? ചെരസ്, പാണ്ഡ്യാസ്, ചോളാസ്. ഓരോ റീജിയനും ഭരിച്ചിരുന്നത് ഇവരെയാണ്, ചെരസും പാണ്ഡ്യാസും ചോളാസും. ദി ചെര, ചോള ആൻഡ് പാണ്ഡ്യ ഹൂ റൂൾഡ് ഏഷ്യൻ തമയകം വേർ കളക്റ്റീവ്ലി നോൺ ആസ് മൂവെൻഡർ ഓർ മൂവരസർ. അപ്പം ഈ ചെര, ചോള, പാണ്ഡ്യ, ഏഷ്യൻ തമയകം ഭരിച്ചിരുന്ന ചെര, ചോള, പാണ്ഡ്യ, ഇവരെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണേത്? മൂവെൻഡർ അല്ലെങ്കിൽ മൂവരസർ. എന്താ വിളിക്കുക? മൂവെൻഡർ അല്ലെങ്കിൽ മൂവരസർ. എന്നോട് പറഞ്ഞേ, മൂവെൻഡർ അല്ലെങ്കിൽ മൂവരസർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആരാണ് മൂവെൻഡർ അല്ലെങ്കിൽ മൂവരസർ? ഏഷ്യൻ തമയകം ഭരിച്ചിരുന്ന ചെര, ചോള, പാണ്ഡ്യ, ഇവരെ ഈ 3 ഭരണത്തെയും നമ്മൾ കൂട്ടി വിളിക്കുന്നതാണ് എന്ത്? മൂവെൻഡർ അല്ലെങ്കിൽ മൂവരസർ. Although many ruling powers existed in Tamiyagam, the Moovender had an authoritative position. അപ്പോൾ ഏഷ്യൻ തമയകത്തിൽ കുറേ എന്തുണ്ട്? കുറേ പവേഴ്സ് ഉണ്ട്. അത് ഭരിക്കുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ പോലും ഈ ഒരു മൂവണ്ടേഴ്സിന് എന്തുണ്ട്? വളരെയധികം അധികാരം ഉണ്ടായിട്ടുണ്ട്. വളരെയധികം അധികാരം ആർക്കാണുള്ളത്? മൂവണ്ടേഴ്സിനാണുള്ളത്. ആരൊക്കെ ഉണ്ട് അതിൽ? ചെരാസ്, ചോളാസ്, പാണ്ഡ്യാസാണ് മൂവണ്ടറിലുള്ളത്. പക്ഷെ അത് കൂടാതെ മറ്റു ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മൂവണ്ടേഴ്സിനാണ് അവിടെ കൂടുതൽ അധികാരം ഉണ്ടായിരുന്നത്. ദീസ് കിങ്സ് were referred to as കോ, കോൻ ആൻഡ് കടുംകോ. അപ്പോൾ ഈ രാജാക്കന്മാരെ, ഇതിലുള്ള രാജാക്കന്മാരെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്? എങ്ങനെയാണ് വിളിച്ചിരുന്നത്? കോ, കോൻ, കുടുംകോ. കോ, കോൻ, കുടുംകോ. എങ്ങനെയാണ് വിളിച്ചത്? കോ, കോൻ, കുടുംകോ. അങ്ങനെയാണ് വിളിച്ചത്. ഇനി ഞങ്ങളോട് പറയുന്നത് ഈ ഒരു ടേബിള് ഫില്ല് ചെയ്യാനാണ്. ഫസ്റ്റിൽ എന്താ തന്നത്? മൂവണ്ടർ തന്നിട്ടുണ്ട്. അതിൻ്റെ ക്യാപിറ്റൽസ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി നോക്കിയാലോ. ഈ ഒരു മാപ്പിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടും. ചോളാസിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? ഉരയൂറാണ്. എവിടെയാണ്? ഉരയൂർ. അതുപോലെ തന്നെ പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? മധുരയാണ്. ചെരസിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? വഞ്ചിയാണ്. അപ്പോൾ ചോളാസ് ആണെന്നുണ്ടെങ്കിൽ ഉരയൂർ, പാണ്ഡ്യാസ് ആണെന്നുണ്ടെങ്കിൽ മധുരൈ, അതുപോലെ തന്നെ ചെരസ് ആണെന്നുണ്ടെങ്കിൽ വഞ്ചി. ഇതാണ് ക്യാപിറ്റൽ. After the Sangam age, the region which were under the control of Cheras later come under the Perumal rule. അപ്പോൾ ഈ സംഗം ഏജ് കഴിഞ്ഞതിന് ശേഷം, സംഗം ഏജിൽ ഈ മൂവണ്ടർ ഇങ്ങനെ ഭരിച്ചുകൊണ്ട് നിന്നു. സംഗം ഏജ് കഴിഞ്ഞ സമയത്ത് എന്തായി? ഈ ചെരസിൻ്റെ കൺട്രോളിലുള്ള ഏരിയ, റീജിയന് ആരെ കൺട്രോളിലേക്ക് മാറി? പെരുമാൾ റൂളിലേക്ക് മാറി. അപ്പോൾ ചെരസ് റൂളിലുള്ള ഏരിയാസ്, റീജിയന് ആരെ റൂളിലേക്ക് മാറി? പെരുമാൾ റൂളിലേക്ക് മാറി. ഇനി അടുത്തത് പറയുന്നത് പെരുമാൾസ് ഓഫ് മഹോദയപുരം. പെരുമാൾസ് ഓഫ് മഹോദയപുരം. പറഞ്ഞേ, പെരുമാൾസ് ഓഫ് മഹോദയപുരമാണ് അടുത്തത് പറയുന്നത്. ഇൻ ദി 19th century CE, പെരുമാൾ റൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ഇറ്റ് സെൻറ്റർ അറ്റ് മഹോദയപുരം നിയർ പ്രസൻറ്റ് ഡേ കൊടുങ്ങല്ലൂർ. 9th centuryയിൽ പെരുമാളുകളുടെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? മഹോദയപുരം ആയിരുന്നു. ഇന്ന് അതിനെ അറിയപ്പെടുന്നത് എന്താണ്? കൊടുങ്ങല്ലൂർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കൊടുങ്ങല്ലൂർ. അപ്പോൾ പെരുമാളുകളുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ഈ കൊടുങ്ങല്ലൂരായിരുന്നു. ഇന്നത്തെ കൊടുങ്ങല്ലൂരായ മഹോദയപുരം ആയിരുന്നു സെൻറ്റർ. ദി പെരുമാൾസ് കെയിം ടു ബി നോൺ ആസ് ലേറ്റർ ചെരാസ്.
പെരുമാൾസ് എങ്ങനെ അറിയപ്പെടുന്നത്? ലേറ്റർ ചരാസ് എന്നുള്ള പേരിലാണ് പെരുമാളൂർ അറിയപ്പെടുന്നത്. കാരണം എന്താണ്? സംഗം ഏജ് കഴിഞ്ഞിട്ട് ഈ ചരസിൻ്റെ കൺട്രോളാണ് ആർക്ക് കിട്ടിയത്? പെരുമാളിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിനെന്താണ് പറയുന്നത്? ലേറ്റർ ചരാസ് എന്നാണ് പറയുന്നത്. ദി കിങ് ഹിയർ അഡോപ്റ്റഡ് ടൈറ്റിൽ സച്ച് ആസ് പെരുമാൾ, ചേരമാൻ ആൻഡ് കുലശേഖര. ഇവിടെയുള്ള രാജാക്കന്മാർ ഏറ്റെടുത്തിട്ടുള്ള പദവികളാണ് ഏതൊക്കെ? പെരുമാൾ, ചേരമാൻ, കുലശേഖര. ഇതൊക്കെ അവർ ഏറ്റെടുത്തിട്ടുള്ള പദവികളാണ്. മഹോദയപുരം. മഹോദയപുരം വാസ് ദി ക്യാപിറ്റൽ ഓഫ് ദി പെരുമാൾസ് ഹു റൂൾഡ് ഫ്രം ദി 9th century ടു ബിഗിനിങ് ഓഫ് 12th century CE. അപ്പം 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്ന പെരുമാളുകളുടെ ക്യാപിറ്റലാണ് ഇത്? മഹോദയപുരം. നമ്മൾ നേരത്തെ പറഞ്ഞു. മഹോദയപുരം വാസ് ഫേമസ് ത്രൂ ഔട്ട് ദി സൗത്ത് ഇന്ത്യ ആസ് എ പ്രോമിനൻറ്റ് സെൻറ്റർ ഓഫ് നോളജ് ആൻഡ് കൾച്ചർ. അപ്പോൾ മഹോദയപുരം ഫേമസ് ആണ്, സൗത്ത് ഇന്ത്യ മൊത്തം ഫേമസ് ആണ്. എന്താണ് ഫേമസ് ആവാൻ കാരണം? അവരുടെ അറിവും അതുപോലെ തന്നെ അവിടുത്തെ സംസ്കാരത്തിൻ്റെയും പേരിൽ അതെന്താണ്? ഫേമസ് ആണ്. രാമരാജശേഖരൻ, സാന്തു രവി, ഇന്ദുകോദ ആൻഡ് ഭാസ്കര രവി വർ ദി പ്രോമിനൻറ്റ് റൂൾസ് ഓഫ് മഹോദയപുരം. അപ്പോൾ മഹോദയപുരത്തെ അറിയപ്പെടുന്ന രാജാക്കന്മാരാണേത്? രാമരാജശേഖരൻ, സ്ഥാനുരവി, ഇന്ദുകോദ, ഭാസ്കര രവി. ഇവരൊക്കെയാണ് മഹോദയപുരത്തെ അറിയപ്പെടുന്ന രാജാക്കന്മാർ. അപ്പോൾ ആരൊക്കെയാണ്? രാമരാജശേഖരൻ, സ്ഥാനുരവി, ഇന്ദുകോദ, ഭാസ്കര രവി. രാമരാജശേഖരൻ, സ്ഥാനുരവി, ഇന്ദുകോദ, ഭാസ്കര രവി. ഇവരൊക്കെയാണ് അറിയപ്പെടുന്ന രാജാക്കന്മാർ. ഇനി അടുത്തത് പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ. പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പെരുമാൾ ഭരണ വ്യവസ്ഥ. ഡ്യൂറിങ് പെരുമാൾ റൂൾ ദി കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് നാഡൂസ്. ദി നാഡൂസ് were further divided into ദേശംസ് and ദേശംസ് into കരാസ്. ദി നാഡൂസ് were administered by നാടുവായീസ് and ദേശംസ് were administered by ദേശവായീസ്. And Desavais ruled under the control of Desakutams, which were popular in their nature. The Panchayats ruled Karas. The Perumal was at the top of administrative hierarchy. പെരുമാൾ ഭരണകാലത്ത് രാജ്യം എങ്ങനെയാണ് വിഭജിച്ചത് എന്നാണ് പറയുന്നത്. എങ്ങനെ വിഭജിച്ചു? നാഡോസ്, അതായത് നാടുകളായിട്ട് വിഭജിച്ചു. ഏറ്റവും വലിയ ഭരണഘടനാ വിഭജനമാണ് ഇത് നാഡൂസ്. ഇവ നാടുവായീസാണ് ഭരിച്ചിരുന്നത്. അപ്പം നാഡൂസായിട്ട് വിഭജിച്ചു. നാഡൂസ് എന്ന് പറഞ്ഞാൽ നാടുകളായിട്ട് വിഭജിച്ചു. ഇത് ഭരിച്ചിരുന്നത് ആരാണ്? നാടുവായീസാണ്. ഇനി അടുത്തത് ദേശംസ്, ദേശങ്ങളായിട്ട്. നമ്മൾ ദേശം എന്ന് പറയല്ലേ, ദേശംസ്, അന്ന് ദേശംസ് എന്നാണ് പറഞ്ഞിരുന്നത്. ദേശങ്ങളായിട്ടാണ് വിഭജിച്ചത്. അപ്പോൾ ഈ നാടുകൾ എന്തായിട്ട് വിഭജിച്ചു? ദേശങ്ങളായിട്ട് വിഭജിച്ചു. ഈ ദേശങ്ങളായിട്ട് വിഭജിച്ചിട്ടുള്ള ഈ ദേശങ്ങളെ ആരാണ് ഭരിക്കുന്നത്? ദേശവായീസാണ് ഭരിക്കുന്നത്. ആരാണ്? ദേശവായീസാണ് ഭരിക്കുന്നത്. അതായത് ദേശവായികളാണ് ഭരിക്കുന്നത്. അടുത്തത് കരാസ്. കരാസ് എന്ന് പറഞ്ഞാൽ കരങ്ങൾ അല്ലെങ്കിൽ കരകൾ. എന്താണ്? കരകൾ. അപ്പം ദേശങ്ങൾ എന്തായിട്ട് തിരിച്ചു? കരകളായിട്ട് വിഭജിച്ചു. കരങ്ങളിൽ ആരാണ് ഭരിക്കുന്നത്? പഞ്ചായത്താണ് ഭരിക്കുന്നത്. കരങ്ങളിൽ ആരാണ്? കരാസ് ആരാണ് ഭരിക്കുന്നത്? പഞ്ചായത്താണ് ഭരിക്കുന്നത്. അടുത്തതാണ് ദേശകൂട്ടംസ്. ദേശകൂട്ടംസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേശവായികൾക്ക് കീഴിലുള്ള ഗ്രൂപ്പാണ് എന്ത്? ദേശകൂട്ടംസ്. അപ്പം ഈ മുഴുവൻ ദേശക്കൂട്ടായിക്കോട്ടെ, കരാസ് ആയിക്കോട്ടെ, ദേശമായിക്കോട്ടെ, അതുപോലെ തന്നെ നാടുകളായിക്കോട്ടെ, ഇതിനെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പെരുമാൾ രാജാവാണ്. അപ്പോൾ ഈ പെരുമാൾ രാജാവിൻ്റെ അണ്ടറിലാണ് ഇതൊക്കെ ഉള്ളത്. പെരുമാൾ രാജാവ് എന്ത് ചെയ്തു? ആദ്യം നാടുകളാക്കി വിഭജിച്ചു. അതിന് നാടുവായീസാണ് ഭരിക്കുന്നത്. പിന്നെ ദേശങ്ങളായി വിഭജിച്ചു. അതിന് ദേശവായീസാണ് ഭരിക്കുന്നത്. അടുത്തത് കരകളായി വിഭജിച്ചു. അത് പഞ്ചായത്താണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ ദേശകൂട്ടങ്ങളായിട്ട് വിഭജിച്ചു. അത് ദേശവായികളാണ്, കീഴിലുള്ള ഗ്രൂപ്പുകളാണ് എന്ത്? ദേശകൂട്ടങ്ങൾ. ഇനി നമ്മളോട് പറയാണ് കംപ്ലീറ്റ് ദി കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഈ ഒരു മാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ പെരുമാൾ കിങ്ഡം, അതാണ് ആര്? പെരുമാൾ. ഇനി അടുത്തത് നാട്. പെരുമാൾ കിങ്ഡം ഭരിച്ചിരുന്നത് ആരാണ്? പെരുമാളാണ്. ഇനി അടുത്തത് നാഡൂസ്. നാട് ഭരിച്ചത് ആരാണ്?
ആരാണ്? നാടുവായീസ് ആണ്. അടുത്തത് ദേശംസ് ആണെങ്കിൽ ദേശം ഭരിച്ചത് ആരാണ്? ദേശവായീസ് ആണ്. അടുത്തത് കരാസ് ഭരിച്ചത് ആരാണ്? പഞ്ചായത്ത് ആണ്. അപ്പോൾ അത് മനസ്സിലായില്ലേ?